ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് മാർക്സ്കോ, അതായത് നമ്മുടെ ആൻറ്റി മാർക്ക് ക്രീമിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം നോക്കുകയാണെങ്കിൽ ഹാപ്ഡിക്കോ എന്ന് ഉള്ളൊരു ബ്രാൻഡ് നെയിമാണ്. സ്പെല്ലിംഗ് ഞാൻ പറയാം, HAPDCO. അപ്പോൾ ആൻറ്റി മാർക്സ് ക്രീമാണ്. അതായത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാവുന്ന ഡിസ്കളറേഷൻ, പിഗ്മെൻറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ, ഫൈൻ ലൈൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൻ്റെ ഫോർമുലേഷൻ നോക്കുകയാണെങ്കിൽ. പിന്നെ അലോവേര പോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, പിന്നെ കുക്കുംബർ ഒക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ എക്സ്ട്രാക്ട്സ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ പേടിക്കേണ്ട, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിന് കാരണം വേറൊന്നുമല്ല, ആയുർവേദിക് ഹെർബ്സിൻ്റെ അല്ലെങ്കിൽ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണല്ലോ മെയിൻലി വരുന്ന എക്സ്ട്രാക്ട്സ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആൻറ്റി മാർക്സ് ക്രീം അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇനി അഡ്വാൻസ്ഡ് ഹെർബൽ ഫോർമുല ഫോർ മാർക്സ് ആൻഡ് സ്പോട്ടൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കിൽ ഇവർ എക്സാക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ദിസ് ഡബിളിംഗ് ആക്ഷൻ ക്രീം എക്സ്ട്രാക്ട് ദ പവർ ഓഫ് എഫക്റ്റീവ് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ്. അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിൻലി വന്നിട്ടുള്ളത്. പിമ്പിൾസിൻ്റെ ആ ഒരു സ്പോട്ടൊക്കെ നല്ലോണം ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കറിയാം ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. സോ ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാനും, സ്കാസ്, ബ്ലെമിഷേഴ്സ്, ബേൺ മാർക്സ്, സ്ട്രെച്ച് മാർക്ക്, കുറേ പേര് അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് സ്ട്രെച്ച് മാർക്ക്. അപ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ ഇംപ്രൂവ് ദ സ്കിൻ ടെക്സ്ചർ. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗീവ്സ് ക്ലിയർ ആൻഡ് സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിൻ. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് സ്പോട്ട്ലെസ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, യൂത്ത്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്കിന്ന് വേണമെന്ന്. അപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ്സും അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ്, സ്കാസ്, ബ്ലെമിഷേഴ്സ് പോലത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നും നമുക്ക് തന്നെ ജസ്റ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ. സോ നല്ല രീതിക്ക് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാനും യൂത്ത്ഫുൾ ആക്കാനും നന്നായിട്ട് നല്ലൊരു ഫ്രഷ് ഹെൽത്തി ലുക്കിംഗ് ഒക്കെ ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ അല്ലെങ്കിൽ ആയുർവേദിക് ക്രീമാണ് നമ്മുടെ ഈ ഒരു മാർക്സ്കോ ആൻറ്റി മാർക്ക് ക്രീം. ബ്രാൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാകണം. ആഫ്റ്റർ ദാറ്റ് പാട്രി, അതിനുശേഷം സിറം അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി. നമ്മുടെ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ, എൻ്റെ ഇവിടെ കണ്ടില്ലേ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, സോ ഈ ഒരു ഏരിയയിൽ സ്പോട്ട് ഔട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഓവർനൈറ്റ് ഇത് കണ്ടിന്യൂസ്ലി നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് ഈ ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്, അതായത് അഫക്റ്റഡ് ഏരിയാസിൽ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ഓവർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കുലർ മോഷനിൽ മസാജ് ഓവർ ചെയ്യുമ്പോൾ അഫക്റ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഓവറോൾ നമ്മൾ ഓവറായിട്ട് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു അമേസിങ് ലവബിൾ ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. ഒരു ബ്രൗണിഷ് കളറാണ്, ഒരു ആയുർവേദിക് ഫോർമുലേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കളർ വൈസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ക്വിക്കായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിൽ. നമുക്കൊട്ടും ഹെവി ലൈറ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു സ്റ്റിക്കി ഫീൽ ഉണ്ടാവുന്നതാണ് ഓൾറെഡി ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷേ സ്റ്റിക്കി ഗ്രീസി ഒന്നും ഇല്ല കേട്ടോ. നല്ല രീതിക്ക് ആ ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, ക്വിക്ക് അബ്സോർബിങ് ആണ്, നല്ലൊരു അമേസിങ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് ആയുർവേദിക് എന്നൊക്കെ പറയുമ്പം ഒരു കുത്ത് സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ല. പിന്നെ ഇതിൽ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ ടോക്സിക്സോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല. സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്രീമാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഐഡിയൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ക്രീംസ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും നിങ്ങൾ കൊണ്ട് വെക്കരുത്. ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട്, അൺഈവൻ സ്റ്റോണൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ 25 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 100 എബോക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ കുക്കുംബർ, അലോവേര, അതോടൊപ്പം തന്നെ നീമിൻ്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും അൺഈവൻ ടോണൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഈവൻ ടോണിലേക്ക് കൊണ്ടുവരാനും, പിന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്കിന്നൊന്ന് സൂത്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് നൽകുന്ന അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഹോൺസ്റ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് പാക്കേജിങ്. ട്യൂബ് ബേസ്ഡ് പാക്കേജിങ് ആണ്. 25 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയുടെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നോസിൽ അത്യാവശ്യം
കുഴപ്പമില്ലാത്ത വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഓവറായിട്ട് പ്രൊഡക്റ്റ് വരില്ല, ആവശ്യത്തിനുള്ള നീഡഡ് ക്വാണ്ടിറ്റി മാത്രം വരുള്ളൂ. പിന്നെ നമ്മൾ ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഫേസിന് എത്രത്തോളം പ്രൊഡക്റ്റ് വേണമെന്ന് നമുക്കറിയാമല്ലോ, അതനുസരിച്ചിട്ട് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, വൈറ്റ് ഹെഡ്സും ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സൊക്കെ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഒരു ക്രീം അതിനൊരു പരിഹാരമാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ടും സ്കാസും അണീവൺ ടോണൊന്നും അല്ല ചേഞ്ച് ചെയ്യുന്നത്, പലതരത്തിലുള്ള നമ്മുടെ സ്കിൻ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു കഴിവ് ഈ ഒരു ക്രീമിനുണ്ട്. അപ്പോൾ ഇത്രയും പ്രൈസ് റേഞ്ചിൽ അഫോർഡബിൾ പ്രൈസിൽ നല്ല രീതിക്ക് റിസൾട്ട് നൽകുന്ന നല്ലൊരു ക്രീമായിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. എങ്കിലും ജസ്റ്റ് ഒരു 18 മുകളിൽ അല്ലെങ്കിൽ ഒരു 17 വയസ്സിൽ യൂസ് ചെയ്താലും പ്രശ്നമില്ല. നമ്മൾ ഓവറായിട്ട് പ്രൊഡക്റ്റ് എടുക്കരുത്. എപ്പോഴും നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാപ്ഡിക്കോ എന്നാണെന്ന് തോന്നുന്നു വായിക്കുന്നത്, മാർക്സ് ഗോ ആൻറ്റി മാർക്സ് ക്രീമിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടിക്കണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ഇതിൽ കോമ്പോസിഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. 100 ഗ്രാം കണ്ടെയ്ൻ എന്തൊക്കെയോ എക്സ്ട്രാക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അശ്വഗന്ധമൊക്കെ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, പിന്നെ കുറേ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. പിന്നെ ഹൽദി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡേ ടൈമിൽ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ പാടില്ല, ഓവർനൈറ്റ് ആണ് ഇതിൻ്റെ റിസൾട്ട് നൽകുന്നത്. നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ കേസ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആയുർവേദിക് മെഡിസിൻ എന്നുള്ള രീതിക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രൈസ് വൈസും അഫോർഡബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓവറോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.